എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഓർഡർ ചെയ്യാറുണ്ട് ഈ ഡിഷ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കിയാലോ. ഇതൊരു ചൈനീസ് ഡിഷാണ്. ഇത് സ്പൈസിയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഡ്രാഗൺ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ ബോൺലെസ് ചിക്കൻ 15 പീസാണ് ഇതിലേക്ക് എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, എഗ്ഗ് വൈറ്റ് 1 മുട്ടയുടെ വൈറ്റാണ് എടുത്തത്. അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വറുത്തെടുക്കണം. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്കിവിടെ ഈ ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ചേർക്കുക. ഇത് നന്നായി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത റെഡ് ചില്ലി 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണ്, റെഡ് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്. ഇത് രണ്ടും നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഈ വെള്ളം ചേർത്ത് ഇതിനെ നന്നായി വഴറ്റുക. ഇനി അടുത്തതായി ഇതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് നമ്മുടെ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായി വഴറ്റുക. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.